ഹലോ ഗൈസേ, ശ്രീനിവാസനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വിവാദപരമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന കുറച്ച് നാറികളെ കാണാനിടയായി ഗൈസ്. വിവാദപരമായ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എങ്ങനെ പേര് പറയുക. ഇപ്പോൾ ഞാനൊരു ക്യാപ്ഷൻ പറഞ്ഞുതരാം ഗൈസ്. ശ്രീനിവാസനെ കൊന്നതാര് എന്നതാണ് ക്യാപ്ഷൻ. അപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾ അയ്യോ ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരില്ലേ. അതിൽ പറയുന്ന സാധനം എന്താ വെച്ചാൽ പുകവലി കാരണം കൊണ്ട് ശ്രീനിവാസൻ മരിച്ചുപോയി, അപ്പോൾ ശ്രീനിവാസനെ കൊന്നത് പുകവലിയാണ് എന്നുള്ളൊരു സാധനം. പക്ഷേ ഈ ഒരു സാധനം ഇവർ പറയൂല, അവസാനത്തേക്ക് എത്തിക്കും. ഇവർ പറയുന്ന സാധനം എന്താ വെച്ചാൽ ശ്രീനിവാസൻ ആരെങ്കിലും വിഷം വെച്ച് കൊന്നതാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് കേസ് ഇവർ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ കേസ്, എന്ത് നാറിത്തരമാണ്. അതേപോലെ തന്നെ ശ്രീനിവാസൻ അധിക്ഷേപിക്കുന്നുണ്ട്. ശ്രീനിവാസൻ സുന്ദരനല്ല, ആകാരഭംഗിയില്ലാത്ത ആളാണ്, വിനീത് ശ്രീനിവാസനും ആകാരഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ മരിച്ചുപോയ ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ ആളുകൾ പച്ചയ്ക്ക് വിൽക്കുക എന്ന് പറയുന്ന സാധനമില്ല, അത് സംഭവിക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കേസ്. ഇപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ വെറും കണ്ടൻറ്റ് മാത്രമാണ് കേസ്. അല്ലാണ്ട് ഇപ്പോൾ ഒരാളുടെ കഴിവുകൾ, അയാളുടെ നന്മകൾ അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള സംഗതിയല്ല. അങ്ങനെയല്ല കേസ്. എന്താ ചെയ്യാം, നമ്മൾ പൊതുവേ പ്രതീക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നന്മ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തും. കാരണം സോഷ്യൽ മീഡിയ അത്രയും സ്ട്രോങ് ആണ് എന്നുള്ള ഒരു രീതിയിലാണല്ലോ. പക്ഷെ അല്ല, സോഷ്യൽ മീഡിയ സ്ട്രോങ് അല്ല എന്നുള്ളതല്ല കാര്യം. ആളുകൾക്ക് ഈ നന്മയല്ല വേണ്ടത്. ആളുകൾക്ക് ഒരാളെ കുറ്റം പറയുന്നതോ ഒരാളെ അപമാനിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കേൾക്കാനും കാണാനും അത് ചെയ്യാനുമാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. എന്താ ഇതിനൊക്കെ വ്യൂസ് അറിയും. ഒരു ദിവസം കൊണ്ട് എത്ര ലക്ഷക്കണക്കിന് വ്യൂസാണ് ആ വീഡിയോ കയറിയത്. നമ്മുടെ ചാനലിൽ മാത്രമേ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ എന്തോ വളരെ അഭിമാനത്തോടു കൂടിയൊക്കെയാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാലഘട്ടം. സോഷ്യൽ മീഡിയയിലുള്ള യാതൊരു വിഷയം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന കോടതി സംഭവമുണ്ട്. സോഷ്യൽ മീഡിയ കോടതി, സൈബർ കോടതികൾ. ചില മനുഷ്യർ ഇപ്പോൾ ആളുകളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെ മറ്റാളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ആളെ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെക്കുറിച്ച് ഓരോ വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് വെറുതെ തെറി വിളിച്ചാണ്ട് പോകും. നമ്മൾ ചിലപ്പോൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടാവുക, നമ്മളല്ല ചില ആൾക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ മറ്റാളെക്കുറിച്ച് പച്ചക്ക് തെറി വിളിക്കും. അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് അവരതിൽ കുറച്ച് കാശ് കൂടി ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് കുറ്റം പറയുന്നത്, തെറി വിളിക്കണതിൻ്റെ തീവ്രത കൂടും അല്ലേ. ചില ആളുകൾ എന്താ വെച്ചാൽ ഞാൻ മറ്റാളെ എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് നിനക്കൊന്നും വേറെ പേണിയില്ലടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ സേട്ടനാണ്, എൻ്റെ സേച്ചിയാണ് അയാൾ, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ആരാധനാപാത്രമാണ് ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പറയുന്ന ആളുകൾ തെറി വിളിക്കും. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ട് വളരെ വൈകാരികമായിട്ട് അതിവൈകാരികമായിട്ട് തെറി വിളിക്കുന്ന ഒരു പരിപാടി, പ്രതികരിക്കുന്ന ഒരു പരിപാടി ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ കാര്യമായിട്ടുണ്ട് ഗൈസ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ദിലീപിൻ്റെ കേസിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്നല്ലെങ്കിൽ ദിലീപിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അതിജീവിത ഭാഗത്ത് അങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കണം, നമ്മൾ കുറച്ച് റാഷണലായിട്ട് ലോജിക്ക് വെച്ചിട്ടും ഒരു മനുഷ്യത്വം വെച്ചിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ എന്തായാലും അതിജീവിതയുടെ ഭാഗത്ത് നമ്മൾ നിൽക്കും. അപ്പോൾ അതിജീവിതയുടെ ഭാഗത്ത് നിൽക്കും എന്നതുകൊണ്ട് ദിലീപിനെ തൂക്കിക്കൊല്ലണമെന്നാണോ നമ്മുടെ മൈൻഡിൽ വരേണ്ടത്? അല്ലല്ലോ. ദിലീപിനെ വെറുതെ വിട്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ സംഗതി എന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ ഒരു ലോജിക്കൽ സൈഡ്, കോടതി വിധി, തെളിവുകൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഒരു കാര്യത്തിലേക്ക് എത്തുക അല്ലേ. അപ്പോഴാണ് നമ്മുടെ തലയും നമ്മുടെ ഹൃദയവും ഒക്കെ അതിൽ മനസാക്ഷിയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലൊരു സാധനമായിട്ട് മാറുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും പൊളിറ്റിക്സിൻ്റെ ഒരു സംഗതി നോക്കി, ആളുടെ നിറം വെച്ച്, ജാതി വെച്ച്, അപ്പിയറൻസ് വെച്ച്, ആളുടെ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്, അതേപോലെ നമ്മളേത് ബാക്ക്ഗ്രൗണ്ടിലാണെന്നുള്ളത് അതുമായിട്ട് സെറ്റാവുന്ന ആളുകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരാധനാപാത്രമായ ഒരാളെയാണെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിലാവുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കുറേ കൊള്ളലും കൊടുക്കലും ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ പ്രതികരണങ്ങളിലുണ്ട് എന്ന് എനിക്ക് തോന്നലുണ്ട് കേസ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചില ആളുകളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്റ്റീവായ സപ്പോർട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ബാക്കി കാര്യങ്ങളിലൊക്കെ എന്താ വെച്ചാൽ നമ്മൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഏകദേശം അതേപോലെയുള്ള ഒരു സംഗതി വേറൊരാൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അയാളെ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മുണ്ടാണ്ടിരിക്കും, അയാൾക്ക് സപ്പോർട്ട് കൊടുക്കില്ല, മാത്രമല്ല മുണ്ടാണ്ടിരിക്കും. ഇത് വലിയൊരു ക്രൂരതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന്, പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള സംഗതി. ഇപ്പം
ഒരാളുടെ കഴിവുകളെയും നന്മേനെയും ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ അംഗീകരിക്കുകയൊക്കെ ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കലായ രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ അയാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് അയാളെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ശ്രീനിവാസൻ മരിച്ച് കിടക്കുന്ന സമയത്ത് ശ്രീനിവാസൻ അവിടെ വളരെയധികം സങ്കടപ്പെട്ട് ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഇരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി അത് അങ്ങ് അവിടെ ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് ശ്രീനിവാസൻ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസനെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ശ്രീനിവാസൻ്റെ നന്മയും ശ്രീനിവാസൻ എന്നൊരു മനുഷ്യൻ്റെ മഹത്വവും ശ്രീനിവാസൻ്റെ മകൻ എന്ന രീതിയിലുള്ളൊരു സംഗതിയും ശ്രീനിവാസൻ്റെ മരണം അവിടുത്തെ ഒരു അവസ്ഥയും ഇതൊക്കെ ആളുകൾ മറക്കും. അപ്പോൾ ആളുകൾ എടുക്കണത് എഴുന്നേറ്റ് നിന്നില്ല, ബഹുമാനം കാണിച്ചില്ല എന്നൊരു സംഗതി. കൈവിട്ട് തകർന്ന് തരിപ്പണയക്കണ രീതിയിലുള്ള ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയോടെ എമ്പതി കാണിക്കാത്ത മനുഷ്യർ എന്ത് രാഷ്ട്രീയം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ള കേസ്? ഇവരെന്താണ് സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെന്താണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ മനുഷ്യരുടെ വേദനകളായിട്ട് അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഇങ്ങനെ ഇവിടെ വിഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേസ്. ഇതാണ് സംഭവം. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു വേറെ സംഗതിയുണ്ട്. ഈ ആളുകളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ വരുന്നില്ല. ഈ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുടെ ഒരു കാര്യം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് നിയമപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവില്ലെന്ന്. ഇപ്പം ഞാനിപ്പോൾ ഒരാളെക്കുറിച്ച് ദുഷ്ടനാണ് ക്രൂരനാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീഫമേഷൻ കേസ് വരില്ലേ? അങ്ങനൊരു സംഭവം. ഞാൻ ആലോചിക്കുന്നത് ഇവരത് നിയമപരമായിട്ട് നേരിടാൻ ഞാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ധൈര്യത്തോടു കൂടി വരുന്നു. അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രൊമോഷൻസ്, അതവിടെ ഒരു ഹീറോ വർഷിപ്പ് ആയിട്ട് കുറേ ആൾക്കാർ വരും, അവരൊരു ഹീറോ ആയിട്ടൊക്കെ വരുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അത്യാവശ്യം ഫിനാൻഷ്യലി ബാക്കപ്പ് ഇല്ലാത്ത ഒരാൾ ധൈര്യപുരുഷൻ ഇങ്ങനെ വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേസ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, ഇവിടുന്ന് അട്ടിയിട്ടുക എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കേസ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർക്ക് പിടിച്ചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ബാക്കപ്പ് അവർക്ക് ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കേസ്. അല്ലാണ്ട് ഈ പൊതുസമൂഹത്തിൻ്റെ കാര്യം നമുക്ക് അറിയുന്നതല്ല. ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നാളെ നമുക്കൊരു നല്ലൊരു എട്ടിൻ്റെ പണി തരുന്നുണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് വിചാരിക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ. ഇപ്പോൾ പല സിനിമകളിലും നമുക്ക് അറിയുന്നുണ്ട്, മാധ്യമങ്ങൾ വളരെ രീതിയിൽ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇന്നത്തെ ട്രെൻഡിൽ, അല്ലാണ്ട് സാധാരണ ചാനലുകളല്ല, മാധ്യമ ചാനലുകളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ഏതൊരുത്തനും ഫോണുണ്ടെങ്കിൽ അവൻ ഒരു ചാനലായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വിചാരിക്കുക. ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ഭീഷണി വരികയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചിട്ട് അയാളെ തട്ടിക്കൊണ്ടുപോകും, അയാളെ തല്ലും, മറ്റേ തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ അങ്ങനെയൊക്കെ ഭീഷണി മുഴക്കി വിചാരിക്കുക. അപ്പോൾ നമ്മളൊന്ന് സൈലൻ്റ് ആയി വിചാരിക്കുക. അപ്പോൾ ഈ കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇതേ കൂട്ടം ഇപ്പം അവൻ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ സംസാരിക്കില്ല, അതിനർത്ഥം അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ വരികയും നമ്മുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മൾ ആർക്കെതിരെയാണ് സംസാരിച്ചത്, ന്യായത്തിൻ്റെ പുറത്തായിരിക്കും ഒരു വർഷം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക, പക്ഷേ അയാൾ ഒരു കൂട്ടം ആളുകൾ നമുക്കെതിരെ മാനിപ്പുലേറ്റ് ചെയ്ത് വിടുകയും സമൂഹത്തെ നമുക്കെതിരെ തിരിക്കാനൊക്കെ സാധ്യതയുണ്ട് കേസ്. അല്ലേ? നമ്മൾ എത്ര സിനിമകൾ കാണുന്നത് അല്ലേ? എന്തായാലും ഇന്നത്തെ കേരള സമൂഹം എന്ന് പറയുന്നത് വളരെ പലപ്പോഴും ലോജിക്കില്ലാത്ത രീതിയിൽ ക്രിക്കറ്റ് മൈൻഡ് സെറ്റോട് കൂടി കാര്യങ്ങളോട് പ്രതികരിക്കുകയും ഫേമസ് ആവാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ ആളുകൾ പ്രതികരിക്കുന്ന രീതി അതിവൈകാരികമായിട്ട് പ്രതികരിക്കുക. ഇന്നത്തെ സത്യാനന്തര കാലഘട്ടത്തിൻ്റെ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു വേർഷനാണ് തോന്നുന്നത് ഗൈസ്. നമ്മൾ അതിവൈകാരികമായിട്ട് ലോജിക്കലി ഒട്ടും കറക്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ ലോജിക്കലി ഒട്ടും വൊളറ്റൈലല്ലാത്ത ഫീസിബിൾ അല്ലാത്ത കാര്യങ്ങളോട് നമ്മൾ അതിവൈകാരികമായിട്ട് പ്രതികരിക്കുന്നു. പെട്ടെന്ന് ഒട്ടും ആലോചിക്കാണ്ട് പ്രതികരണങ്ങൾ ഇട്ടിട്ട് പച്ച തെറിയൊക്കെ കൊടുത്തിട്ട് ഒറ്റ പോക്കാണ്ട് പോകുന്നുള്ളൊരു സംഗതി. നമുക്ക് വേണ്ട ഈ വിവാദങ്ങളും ഈ ഒരു സാധനമൊക്കെ നമ്മുടെ ഉള്ളിൽ കയറും. നമുക്ക് ഫാക്റ്റുകൾ, വസ്തുതകളല്ല. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇത് ആളുകളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടായിരിക്കാം. നമുക്കറിയുന്നതാണ്. ഇപ്പോൾ എക്സ്പോസ് ചെയ്യുന്ന ആളുകൾ, ഞാൻ അവരെ നെഗറ്റീവായിട്ട് പറയണതല്ല കേട്ടോ, പലപ്പോഴും ശ്രദ്ധിക്കുക. ഇവരിങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ അവർ പണ്ടൊരു 10 കൊല്ലം മുമ്പ് അവർ ചെയ്ത എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരിക്കാം. അവരതൊന്നും ഒരുപാട് മാറിയിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യുക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആളുകളുടെ ലൈഫ് പെർഫെക്റ്റ് ആണോ എന്ന് അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായിട്ട് എനിക്ക് വരലുണ്ട് കേസ്. ഇപ്പോൾ മറ്റാൾ അവനത് ചെയ്തു, ഇവനത് ചെയ്തു, ഇവളത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആൾ പെർഫെക്റ്റ് ആണോ എന്നൊരു സംഗതി കൂടി ഉണ്ട് കേസ്. എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്യരുത് നല്ല കേസ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ വേണം, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും, വേണോ വേണ്ടതെന്ന് അറിയില്ല, ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇത് അറിയാനൊന്നും പറ്റില്ല. അവരവരുടെ സ്വാതന്ത്ര്യം, അവരവരുടെ താല്പര്യം വെച്ച് ആളുകൾ ഓരോന്ന് ചെയ്യും. പക്ഷെ നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആളുകളുടെ ഇമോഷണലായുള്ളൊരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു കമ്പാഷൻ
സഹാനുഭൂതിക്കുള്ളൊരു പവർ ഇതിനൊക്കെ പലപ്പോഴും ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. കാരണം ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ലൈം ലൈറ്റിൽ നിൽക്കുക, ട്രെൻഡിങ് ആയ ഒരു സംഗതി ഉണ്ടാവുക, ആ ഒരു സംഭവം. നിങ്ങളൊരു കാര്യം ആലോചിക്കും, ഇപ്പോൾ അക്ബർ ഖാനും ഫസ്മിന അവർ തമ്മിലുള്ള എന്തോ ചാറ്റ് ലീക്കായി, ചാറ്റ് പുറത്ത് വന്നു ഡേറ്റിംഗ് ആപ്പിൽ എന്ന് വന്നപ്പോഴേക്ക് എല്ലാവരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു മോശമാണ് നല്ലട്ട ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അതൊരു ട്രെൻഡിങ് ടോപ്പിക്കാണ്. അപ്പോൾ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യത്തെ പൊതു സമൂഹത്തിലിട്ടിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും പലരും ചർച്ച ചെയ്യണമില്ല. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഛത്തീസ്ഗഡുകാരനായ രാം നാരായണനെ ആൾക്കാർ മധുവിനെ കൊല്ലണ പോലെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊന്നു. എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വേണ്ട സീരിയസ്നെസ് വെച്ചിട്ട് എത്ര പേര് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അത് ആളുകൾക്ക് പലപ്പോഴും വേണ്ട, അത് മുക്കാണ് വേണ്ടത്. പക്ഷെ മറിച്ച് ഈ പറയുന്ന പോലെ ഒരാളെ തെറി വിളിച്ചു, കുൽസിതം കാണിച്ച്, ഡേറ്റ് ചെയ്തു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാകുമ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെയാണ് ആളുകൾക്ക് കൂടുതലും കേൾക്കാനും കാണാനൊക്കെ താല്പര്യം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുന്ന ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇതാണ് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.